അങ്ങനെ ലേന്ന് ഹാൻഡിലേക്കുള്ള യാത്ര തുടരാണ്. പോണേക്ക് മുമ്പ് ലേ ടൗൺ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ചും കൂടി വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ വാങ്ങിച്ചു. കാരണം ഇനി നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ കടയിലുള്ള ആൾ ഒരു ഓക്സിജൻ സിലിണ്ടറും കൂടി വാങ്ങാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ 2-3 മലയാളികളെ കണ്ടു. മണാലിയിൽ വർക്ക് ചെയ്യുന്ന ആയുർവേദിക് ഡോക്ടർമാരാണ്. അതിനുശേഷം യാത്രകൾ നെക്സ്റ്റ് ഡേ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ലേ ടൗണിൽ മൊത്തത്തിൽ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ എനിക്ക് ടിബറ്റൻ ഫ്ലാഗ് ഒന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു, വണ്ടിയുമോ ജസ്റ്റ് ഒന്ന് കെട്ടിക്കോ, നെക്സ്റ്റ് ഡേ യാത്ര തുടങ്ങുമ്പോൾ വണ്ടിയുമോ അതിരാവിലെ തന്നെ കെട്ടാം, എന്നിട്ട് യാത്ര തുടങ്ങാമെന്ന്. അങ്ങനെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ ടിബറ്റൻ ഫ്ലാഗൊക്കെ കിട്ടിയിട്ടാണ് യാത്ര തുടങ്ങണേ. അപ്പോൾ വണ്ടിയുടെ ഹാൻഡിലിന് ചെറിയൊരു സ്റ്റെബിലിറ്റി കുറവ് കിടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ വെയിറ്റ് വരുന്ന സമയത്ത് ഹാൻഡിൽ സ്റ്റെബിലിറ്റി പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. ലേ ടൗണിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കവർ ചെയ്ത് പോകണമെങ്കിൽ ലേ പെർമിറ്റ് എടുക്കണം. അപ്പോൾ തലേ ദിവസം തന്നെ ലേ പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെക്ക് പോസ്റ്റിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു മലയാളീനെ കണ്ടു. വിഷ്ണു എന്നാണ് പുള്ളിയുടെ പേര്. കാക്കനാടാറാണ്. എന്നിട്ട് അവിടെ പുള്ളിയായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ നേരെ ഹാൻഡിലേക്കുള്ള യാത്ര തുടങ്ങി. എന്റെ പൊന്നു, ഈ സൗണ്ട് നോക്കണ്ട. മഞ്ഞുള്ള മല, ഒരു വണ്ടി പോലില്ലാത്ത റോഡ്, അതുപോലെ തന്നെ മലയിൽ ഒഴുകി വരുന്ന അരുവി. പിന്നെയും പോണ വഴി 2-3 KL വണ്ടികൾ കണ്ടു. അങ്ങനെ അവരായിട്ട് സംസാരിക്കുകയാണ്. നെൽവിൻ അവിടെ സിദ്ധാർത്ഥ് സിദ്ധാൻ. ഓക്കെ ബ്രോ. ഓക്കെ. പോണ വഴിക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് കാശ്മീരാരെയാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇതുപോലെ മലയാളികളെ കാണാൻ കിട്ടുക. അങ്ങനെ അവരായിട്ട് സംസാരിച്ച് പോണ വഴിക്കാണ് എൻ്റെ ഗോഗിൾസ് പറന്നുപോയി. ഇപ്പോൾ ഹെൽമെറ്റ് ഗോഗിൾസ് പറന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പെട്ട അവസ്ഥയായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇങ്ങനെ പിന്നെ പോണ സമയത്ത് ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയ സമയത്താണ് പിന്നെ 2 മലയാളികളെ കണ്ടത്, ദിൽഷാദും അജ്മൽ മജിയും. ഈ മലപ്പുറക്കാരും പാലക്കാടുകാരും ലേ വന്നേക്കുന്നത് ചേതക്കിലാണ്. അപ്പോൾ ഞാൻ വന്ന വഴിയാണ് അവർ തിരിച്ചു പോണേ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹെൽമെറ്റിലെ ഗോഗിൾസ് നഷ്ടപ്പെട്ടു പോയി, പോണ വഴിക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വിളിക്കാനായിട്ട്. പക്ഷേ കാര്യമുണ്ടായില്ല, അവർക്ക് കിട്ടിയില്ല. അങ്ങനെ ഹാൻഡിലെ ടൗൺ എത്താറായി. പക്ഷേ അവിടെ എത്താറായപ്പോഴേക്കും ഒടുക്കത്തെ കാറ്റാണ്. എൻ്റെ രാത്രിയാകുമ്പോൾ പിന്നെ തണുപ്പും കൂടി വന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും.